ABC-യുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീ രാഹുൽ ഈശ്വറാണ്. സ്വാഗതം. നമസ്കാരം. ഈ പുരുഷ കമ്മീഷനാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. പക്ഷേ ആളുകളെല്ലാം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പുരുഷ കമ്മീഷൻ? സ്ത്രീ എന്ന് പറയുന്നത് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റവും ഗവൺമെൻറ്റും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന വനിതാ കമ്മീഷനൊക്കെ ഏർപ്പാടാക്കിയത്. അതുപോലെ പുരുഷൻ ഒരു കമ്മീഷൻ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിലെന്താണ് അങ്ങേക്ക് പറയേണ്ടത്? സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും സ്ത്രീ കമ്മീഷനും അല്ലെങ്കിൽ വനിതാ കമ്മീഷനെയും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ പുരുഷന്മാർക്കെതിരെയും ധാരാളം വ്യാജ പരാതികൾ വരുന്നുണ്ട്. ഉദാഹരണം, സ്ത്രീകൾക്കെതിരെ ഇത്രയധികം വ്യാജ പരാതികൾ വരുന്ന കണ്ടിട്ടുണ്ടോ? പുരുഷന്മാർക്കെതിരെയാണ് ലൈംഗിക അധിക്ഷേപത്തിനും അല്ലെങ്കിൽ ലിംഗാധിഷ്ഠിതമായ വ്യാജ പരാതികൾ കൂടുതൽ വരുന്നത്. ആ വ്യാജ പരാതികൾക്ക് കൂടി തടയിടാൻ വേണ്ടിയിട്ടാണ് പുരുഷ കമ്മീഷൻ ആശയം. ഇത് നമ്മുടെ മകന്, നമ്മുടെ അച്ഛന്, നമ്മുടെ സഹോദരന്, നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തതാണ് നമുക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെയും സരിതയുടെ കാര്യത്തിൽ കണ്ടത്, നിവിൻ പോളിയുടെ കാര്യത്തിൽ കണ്ടത്, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ കണ്ടത്, ഒരുപാട് വിഷയങ്ങളിൽ കണ്ടത്. അതിന് ഒരു തടയിടാൻ നമുക്ക് കഴിയണം. അത് പാർട്ടി ഏതായാലും കുഴപ്പമില്ല. പക്ഷേ പുരുഷന്മാർ അങ്ങനെ വ്യാജ പരാതികൾ ഒരുപാട് അഭിമുഖീകരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ടാണ് ഒരു കാര്യം കൂടെ പറയാം. ഞാനും അങ്ങ് ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഏകദേശം 4 മിനിറ്റിനകം ഇന്ത്യയിൽ 4.5 മിനിറ്റിനകം ഒരു പുരുഷൻ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ കണക്കിൽ ഇത് 11 മിനിറ്റാണ്. ഓർക്കുക, ഇന്ത്യയിൽ ഓരോ 11 മിനിറ്റിലും ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുമ്പോൾ ഓരോ 4.5 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുകയാണ്. നമ്മൾ ഈ സംസാരിച്ച സമയത്തിനകം ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. അത്രമാത്രം പുരുഷന്മാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇത്രയധികം ബുദ്ധിമുട്ടുകൾ പുരുഷൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതുവരെ ഇതൊരു പുരുഷ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു അത്ഭുതമാണ്. അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാവുമോ എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ മെൻസ് അസോസിയേഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് ഇത്തരം ഇതിന് ആവശ്യങ്ങൾ അങ്ങും അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് അജിത് കുമാറൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെയും ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ഇപ്പം ഈ മെൻസ് അസോസിയേഷൻ്റെ കാര്യത്തിൽ ഈ എല്ലാ ആളുകളെയും, അതായത് പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പീഡനത്തിനിരയാവുന്ന ആളുകളെയെല്ലാം അപഹാസ്യരാക്കുകയും ഒപ്പം ഈ പീഡിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും അങ്ങ് സപ്പോർട്ട് കൊടുക്കുക, ഇതാണോ ഈ പുരുഷന്റെ അവകാശം? ഒരിക്കലും അങ്ങനെ പാടില്ല. അവിടെയാണ് നമ്മൾ കേസ് ബൈ കേസ് എടുക്കുകയും കോടതിയുടെ എന്തെങ്കിലും അനുകൂല പരാമർശങ്ങളടക്കം കിട്ടുകയും ചെയ്തവരുടെ കാര്യത്തിലാണ് കൂടുതൽ നമ്മൾ ഇടപെടേണ്ടത്. വേറൊന്നും കൊണ്ടല്ല, പലപ്പോഴും പടക്കം പൊട്ടിക്കുകയും പാലഭിഷേകവും അല്ലെങ്കിൽ മാലയിടാൻ ഞാൻ തന്നെ കാര്യത്തിൽ പറഞ്ഞു, ബോച്ചെ സ്വാതന്ത്ര്യ സമരത്തിനൊന്നും പോയിട്ട് വന്നതല്ല, അതുകൊണ്ട് ബോച്ചെ മാലയിടേണ്ട കാര്യമില്ല. ബോച്ചെ എനിക്ക് വ്യക്തിപരമായി എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് ബോച്ചെ. പക്ഷേ ബോച്ചെ ഈ കേസിലല്ല മാലയിടേണ്ടത്. ബോച്ചെ ആൾക്കാർക്ക് രക്തം കൊടുക്കുമ്പോഴും വീട് കൊടുക്കുമ്പോഴും ജോലി കൊടുക്കുമ്പോൾ മാല ഇട്ടാൽ മതി. അപ്പോൾ ചില ആൾക്കാരെങ്ങനെ അമിതമായി പ്രതികരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കാരണമെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു പറഞ്ഞു, സാർ ഞാൻ ഒരുപാട് ദിവസം 100 ദിവസം 150 ദിവസം ജയിലിൽ കിടന്നു. ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ പോലും ആരും വന്നില്ല. വീട്ടുകാർക്ക് എന്നും എന്നോടൊരു പുച്ഛവും അവഗണനയാണ്. എന്നെ കണ്ട അവർക്കൊരു ദേഷ്യവും ശല്യവുമാണ്. എന്നെ വീട്ടിൽ പല പരിപാടികൾക്കും വിളിക്കാറില്ല. പകരം ഞാൻ ഇതേപോലെ ആരെങ്കിലും വെളിയിറങ്ങുമ്പോൾ അവിടെ പോയി പടക്കം പൊട്ടിച്ചാണ് എൻ്റെ മനസ്സിലെ വിഷമം തീർക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർ 50, 60, 90, 100, 150 ദിവസമൊക്കെ ജയിലിൽ കിടന്ന് വെളിയിൽ വരുമ്പോൾ അവർക്ക് ആരോടില്ലാത്തൊരു ദേഷ്യവും ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും ഒക്കെ തോന്നും. അതിൽ നിന്നാണ് ഈ ഓവർ റിയാക്ട് ചെയ്യുന്നത്. ആ ഓവർ റിയാക്ഷൻ നിങ്ങൾ ക്ഷമിക്കുക. പകരം അവർ ഉന്നയിക്കുന്ന വാദങ്ങളുടെ പ്രസക്തി എന്താണെന്ന് കൂടെ നോക്കുക. എത്ര പേരെയാണ് അങ്ങനെ കൊടുക്കാൻ നോക്കുന്നത്? നിവിൻ പോളിക്കും ഉമ്മൻചാണ്ടിക്കും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമുക്ക് കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എൻ്റെ കേസ് തന്നെ എടുക്കുക. കഴിഞ്ഞ ആഴ്ച ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്തു. പോലീസുകാർ കേസെടുക്കാൻ പറ്റില്ലെന്നും കേസെടുക്കാൻ തക്ക കാര്യമില്ലെന്നും കോടതി വഴി പോകണമെന്നും ഹണി റോസിനോട് പറഞ്ഞു. നമ്മൾ മാധ്യമങ്ങളെല്ലാം കണ്ടു. അതേ ഹണി റോസ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്ന് പരാതി കൊടുത്തു. പോലീസ് എനിക്കെതിരെ നോൺ വയലബിൾ സെക്ഷൻ അടക്കം ശക്തമായൊരു കേസെടുത്തു. IT വകുപ്പിന്റെ 67 മറ്റേ ഭാരതീയ ന്യായ സംഹിതയുടെ 79 ഒക്കെ ഇട്ട്. എന്തിനാണ്? ഒരു കാര്യമില്ല. ഞാൻ ചാനലിൽ പോലും ചർച്ച ചെയ്തതിന് IT ആക്ടിന്റെ 67 എനിക്ക് എങ്ങനെ ആപ്ലിക്കബിൾ ആകും? ഭാരതീയ ന്യായ സംഹിത 79 എനിക്ക് ബ്ലാക്ക് ഒന്നുമില്ല. അപ്പം പോലീസുകാർ കൃത്യമായി സംസാരിക്കുന്ന അളിയ ഹണി റോസ് വന്നിട്ടുണ്ട്. അവൾ ഇപ്പം കൂടെ പറഞ്ഞ് നമ്മൾ പരാതി എടുത്തില്ലെങ്കിൽ ഇവിടെ നമുക്കെതിരെ പരാതി കോടതി കൊടുക്കും. നമ്മൾ എന്തിന് റിസ്ക് എടുക്കുന്നത്? രാഹുൽ ഈശ്വറിന്റെ പുറത്ത് കേസ് ഇട്ടുകൊടു, അവൻ കോടതി പോയി ഫൈറ്റ് ചെയ്യട്ടെ. ഇതാണ് എക്സാക്ട്ലി പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കോൺവെർസേഷൻ. അവിടെയാണ് ഒരു സംശയം. അതായത് പോലീസുകാർ പോലും ഈ സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ചില നിയമങ്ങളുണ്ട്. അതായത് അവരുടെ സംരക്ഷണത്തിന് അവർക്ക് പല വിധത്തിലുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമം അവർ തന്നെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുകയും അതിന് നിയമപാലകർ തന്നെ അതിന് ഗതികേട് കൊണ്ട് കേസെടുക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം. ഓർക്കുക, 50% മാത്രമാണ് പോലീസുകാരുടെ തെറ്റ്. നാളെ ഈ നിയമം സ്ത്രീകൾ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ കോടതി ചെല്ലുമ്പോൾ ഈ പോലീസുകാരന് ചീത്ത വെക്കും, അല്ലെങ്കിൽ ഈ പോലീസുകാരനെതിരെ ആക്ഷൻ എടുക്കും. ഈ പോലീസുകാരൻ എന്നെ എന്തെങ്കിലും ചെയ്തു എന്നവള് പറയും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഞാൻ എന്തിനു റിസ്ക് എടുക്കണം?
അവൾ പറയുന്ന അതേപോലെ എഴുതി കൊടുക്കും, വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി എഴുതി കൊടുക്കുന്നു പറയും. അലൻസിയർ തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും വളരെ രസകരമായ ആ പെൺകുട്ടിയോട് പറയുന്ന പോലെ നിന്റെ കഴുത്തിൽ നിന്ന് മാല പറിച്ചെടുത്തു. ഇല്ല സാർ, ഞാൻ കണ്ടില്ല. ഇല്ല, പറിച്ചെടുത്തു എന്ന് പറഞ്ഞാലേ കേസിനൊരു ഗുമ്മുള്ളൂ, ബലം ഉണ്ടാവും. ഈ കേസിന് ബലം ഉണ്ടാക്കാൻ വേണ്ടി വേറൊരാണിന്റെ ജീവൻ ഇല്ലാതാക്കുകയാണ്, വേറൊരു പുരുഷനെ ഇല്ലാതാക്കുകയാണ് ഈ കേസിന് വേണ്ടിയിട്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പോലീസുകാർ കടുപ്പമുള്ള വകുപ്പുകളൊക്കെ ഇടും, ആണെന്നും കുറ്റക്കാരനാവും. ഇതിന്റെ സീരിയസ്നെസ് എന്താ? ശ്രീ ദിലീപിനെതിരെ വ്യാജ കേസാണ്, അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖിനെതിരെ വ്യാജ കേസാണ്, വിജയബാബുവിനെതിരെ വ്യാജ കേസാണ്, ഒമർ ലുലുവിനെതിരെ വ്യാജ കേസാണ്, എത്രയോ കേസുകൾ നമ്മൾ കാണുകയുണ്ടായി. രാഹുൽ ഈശ്വർ എടുത്ത നിലപാടല്ലേ കാലവും കോടതിയും കൂടുതൽ ശരിയാണെന്ന് തെളിയിച്ചിട്ടുള്ളത്? ഇവരുടെ എല്ലാം വിഷയം എടുത്തു നോക്കുക. ഞാൻ അടക്കം എടുത്ത നിലപാടുകളും സമീപനങ്ങളും അല്ലേ അവസാനം കോടതികളും കാലവും എത്തുന്നത്. കാര്യം നമുക്കൊരു കേസിന്റെ ആ ഡ്രാഫ്റ്റിങ്ങും മറ്റും കണ്ടാൽ അത് തെള്ളാണ്, കള്ളക്കേസാന്ന് മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ ഹണി റോസ് പറയാണ്, പ്രതിയോട് ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു, എനിക്കെതിരെയുള്ള കുറ്റമാണ്. ബോച്ചെ പറഞ്ഞത് തെറ്റാണെന്നും ബോച്ചെ ഹണി റോസിനോട് ക്ഷമ പറയണമെന്നും ആദ്യം പറഞ്ഞ വ്യക്തി ഞാനാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് പ്രതിയോട് ചേർന്ന് ഹണി റോസിനെ അധിക്ഷേപിക്കുന്നത്? പക്ഷെ ഹണി റോസിന് ഒന്നും പറയാനില്ല, അപ്പൊ എന്തെങ്കിലും എഴുതി ചേർക്കണമല്ലോ. എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ. എന്ത് സ്ത്രീത്വത്തെ അപമാനിച്ചു? ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ചുകൂടെ സഭ്യമാണോ എന്ന് പറഞ്ഞു. ഹണി റോസിന്റെ സ്ത്രീത്വത്തെ എങ്ങനെ അപമാനിക്കുന്നത്? അപ്പൊ ഹണി റോസ് അതിന്റെ ബുദ്ധിമുട്ട് അറിയണം. അതുകൊണ്ടാണ് ഹണി റോസിനെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുന്നുണ്ട്. അതോടൊപ്പം ഹണി റോസിനെതിരെ ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റും ഫയൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സംശയം, അതായത് ചില നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിച്ചത് അങ്ങേക്കെതിരെ ഇപ്പോൾ ഒരാൾ ഹണി റോസ് പരാതി നൽകി, ആ പരാതി നൽകിയ ആളിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ വകുപ്പുണ്ടോ എന്നൊരു ചോദ്യം. നല്ല ചോദ്യം. ഹണി റോസ് എനിക്കെതിരെയുള്ള പരാതിയിലല്ല ഞാൻ മാനനഷ്ട കേസ് കൊടുക്കുന്നത്. ഹണി റോസ് എനിക്കെതിരെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പോസ്റ്റിൽ ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നും സൈബർ ബുള്ളിയിങ് നടത്തി എന്ന് പറഞ്ഞ് അവർ ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന് കൊടുക്കാം, അതിനെതിരെ കൊടുക്കാമല്ലോ. ഹണി റോസ് എനിക്കെതിരെ പരാതി നൽകിയതിനെതിരെ അല്ല, പകരം ഹണി റോസ് എനിക്കെതിരെ ഇൻസ്റ്റാഗ്രാം, നല്ല ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് ഹണി റോസ് എഴുതിയിട്ടുണ്ട്. അതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് 10 കോടി രൂപയ്ക്ക് അയക്കുന്നത്. 10 പൈസ ഹണി റോസിന് ചിലവാകില്ല, അങ്ങനെയൊന്നും പേടിക്കണ്ട. പക്ഷേ അങ്ങനെ ഒരു കേസെങ്കിലും ഇടുമ്പോൾ ഹണി റോസ് അതിന്റെ പൊള്ളല് മനസ്സിലാവും. അതായത് ആണിനെതിരെ വ്യാജ പരാതി കൊടുക്കുമ്പോൾ ഒരു ആണിനുണ്ടാകുന്ന വിഷമവും വേദനയും എന്താണ് എന്ന് ഹണി റോസിനെതിരെ ഈ ശരിയായ പരാതി വരുമ്പോഴെങ്കിലും ഹണി റോസിന് മനസ്സിലാകണം. ഇല്ലെങ്കിൽ പല സ്ത്രീകളും ഈ സൗജന്യം ദുരുപയോഗം ചെയ്യും. സ്ത്രീകൾക്ക് സുപ്രീം കോടതി അടക്കം പരിചകളായിട്ടാണ് ഈ നിയമം കൊടുത്തത്, പക്ഷെ സ്ത്രീകൾ അത് വാളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് വി ഹാവ് ഗിവൻ ദം ഷീൽഡ്സ് ബട്ട് ദേ ആർ യൂസിങ് ഇറ്റ് എസ് സ്വോർഡ്സ്. ഞങ്ങൾ അവർക്ക് പരിചകൾ നൽകി, പക്ഷേ അവർ വാളായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനടക്കം പറയേണ്ടി വരുന്നത് ഈ രീതിയുള്ളതുകൊണ്ടാണ്. ഇന്നലെ കണ്ടു കാണും, മിനിഞ്ഞാന്ന് പീറ്റർ എന്നൊരാൾ ആത്മഹത്യ ചെയ്തു, കണ്ടു കാണണം. പീറ്റർ നമ്മുടെ കർണാടകയിലാണ്. എൻ്റെ ഭാര്യയുടെ പീഡനം, എനിക്ക് ആ വാക്ക് കേട്ട് ഭയങ്കര വേദനയായി. ഭാര്യയുടെ പീഡനം സഹിക്കാതെ പോവാണ്. അച്ഛാ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ശവപ്പെട്ടിയുടെ മേളിൽ എൻ്റെ ഭാര്യയുടെ ടോർച്ചർ കാരണമാണ് ഞാൻ മരിച്ചതെന്ന് എഴുതി വെക്കണം. ഇയാളോട് ആ സ്ത്രീ, പാവപ്പെട്ട വീട്ടിലാണ്, 20 ലക്ഷം രൂപ ചോദിച്ചു. ഇയാളുടെ ജോലി ഈ സ്ത്രീയായിട്ട് കളഞ്ഞു. ഇയാളെ നിരന്തരം മാനസിക പീഡനം അനുഭവിച്ചു. അങ്ങനെയാണ് പീറ്റർ അവസാനം ആത്മഹത്യ ചെയ്തത്. ഓരോ പുരുഷനും ഇങ്ങനെ ഉള്ളിൽ നിന്ന് വേദനയോടെ കരയുകയാണ്. ഇത് പുരുഷന്മാർ, നമ്മൾ ആരെയെങ്കിലും നമ്മൾ ബാക്കി ഫെമിനിസ്റ്റുകളുടെ കൈയടിക്ക് വേണ്ടി ഇത് പറയുമ്പോൾ അപ്പുറത്തൊരു പുരുഷനും അപ്പുറത്തൊരു മനുഷ്യനുമാണ് വേദനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം KR മീര കണ്ടു കാണും ഇന്നലെ. എന്തൊരു പുച്ഛവും ചിരിച്ചുകൊണ്ടാ പറയണേ. ചിലപ്പം കഷായം കലക്കി ഒരുത്തനെ കൊന്നിട്ടിരുന്ന് സംസാരിക്കുകയാണ്. അതായത് ഒരുത്തനെ കൊന്നിട്ടിരുന്ന് ചിലപ്പം കഷായം കലക്കി കൊടുക്കേണ്ടി വരും. സ്ത്രീക്ക് ബന്ധങ്ങളിൽ നിന്ന് വെളിയിറങ്ങാൻ കഴിച്ചില്ലെങ്കിൽ അവൾ ഒരു പക്ഷേ ചെയ്ത് കഴിയും. നാളെ ഞാൻ ഷാരൺ ഗ്രീഷ്മയെ കൊന്നതിന് ശേഷം ഇത് ഷാരനെ ന്യായീകരിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നെങ്കിലോ, ചില സമയത്ത് ഗ്രീഷ്മയ്ക്ക് ഷാരണ് കഷായം കലക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ ബന്ധങ്ങൾ തലേന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ കുറ്റവാളിയാകും എന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യൂലേ? എന്നെ അറസ്റ്റ് ചെയ്യൂലേ? രാഹുൽ ഈശ്വറിനെ ഷാരൻ ഗ്രീഷ്മയെ കൊന്നതിന് ശേഷം ഞാൻ ന്യായീകരിച്ച് എന്നെ അറസ്റ്റ് ചെയ്യൂലേ? KR മീര മാഡത്തെ അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. വലിയ എഴുത്തുകാരിയാണ്, അല്ലെങ്കിൽ കമാലപ്പാഷ് സാറ് വലിയ ജഡ്ജിയാണ്. ഇവർ പറയുന്നത് ഒരു തെറ്റാണെന്ന് പറയാനുള്ള മിനിമം മാന്യതയും മര്യാദയും ഈ നാട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഷാരൻ യുവാവല്ലേ? യുവജന കമ്മീഷൻ കമാൽപാഷ് സാർ പറഞ്ഞ ശരിയായില്ല സാർ. ഇവരാരും സാധാരണക്കാരല്ല. അത് ഇവരെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നവരായതുകൊണ്ടാണ് അവരുടെ വാക്കുകളോട് പ്രതിഷേധം. ഒരാൾ ഹൈക്കോടതി ജഡ്ജിയാണ്, നമ്മൾ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ജനകീയനായ ജഡ്ജിയാണ്. ഒരാൾ ഏറ്റവും പ്രഗത്ഭയായ എഴുത്തുകാരിയാണ്, നോവലിസ്റ്റാണ് KR മീര എന്ന് പറയുന്നത്. ഇവരടക്കം ഒരുത്തൻ്റെ മരണത്തെ പുച്ഛിക്കുകയാണ്. എന്നിട്ട് ഇല്ലാ കഥകൾ ഉണ്ടാക്കി ഇവൻ അവളെ എന്തോ മോശമാക്കി, അവൾ അവസാനം ഗത്യന്തരം ഇല്ലാതെ ചെയ്തതാണ്. 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെയാണ് ഷാരൻ മരിച്ചത്. ഷാരൻ്റെ ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചാണ് മരിച്ചത്. നാളെ ഗ്രീഷ്മ ഇങ്ങനെ മരിച്ചതിന് ശേഷം ഞാൻ പുച്ഛത്തിൽ പറയുകയാണ്, ഗ്രീഷ്മ പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ പോയത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും പറയില്ല, കമാൽപാഷ് സാർ പറയാണ് അവൻ പ്രാർത്ഥിക്കാനൊന്നും അല്ല പോയത് എന്ന് പറഞ്ഞാൽ അവൻ സെക്സിന് വേണ്ടിയല്ലേ പോയത്. ഞാൻ നാളെ തിരിച്ചു പറയുകയാണ്, ഗ്രീഷ്മ പ്രാർത്ഥിക്കൊന്നും ആയിരുന്നില്ലല്ലോ. ഗ്രീഷ്മ അവസാനം ഷാരന് മടുത്തു, ഷാരൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഷാരൻ അതുകൊണ്ട് അന്തസ്സോടെ വിഷം കലക്കി കൊടുത്തു.
ആ വാക്ക് നിങ്ങൾ കേട്ട് കാണുമല്ലേ? അതെ 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 അതെ. അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു എന്ന്. എന്ത് അന്തസ്സാണ് ഒരുത്തിനെ കൊല്ലുന്നതിന്? എന്നാൽ നേരെ തിരിച്ച് വെറുതെ ഗ്രീഷ്മ ഒരു വെള്ള പേപ്പറിൽ വ്യാജ പരാതി എഴുതി കൊടുത്ത് ഇവൻ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്നൊരു വ്യാജ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഷാരൻ അകത്തും അതിജീവിതയായി ഗ്രീഷ്മ പുറത്ത് കിടക്കുമായിരുന്നു. അവിടെ ഒരു സംശയം ചോദിക്കട്ടെ, ഈ അദ്ദേഹം ഒരു എന്താണ് ജഡ്ജായി വിരമിച്ച ആളാണ്, ഹൈക്കോടതിയിലെ നീതിമാനായിട്ടുള്ളൊരു ജഡ്ജായിരുന്നു. പക്ഷേ മറ്റൊരു ജഡ്ജ് എഴുതി വെച്ച വിധിന്യായമുണ്ട്. ആ കേസ് പഠിക്കാതെ, ആ കേസിൻ്റെ കൃത്യമായ വാദഗതികൾ അറിയാതെ ഇദ്ദേഹം ഇവിടെ ഇരുന്ന് അതിനെ കുറ്റം പറയുക എന്ന് പറയുന്നത് പോലും ശരിയല്ല. കമാൽ പാഷ സാറ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ലോയറായ വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനത്തിൽ അദ്ദേഹത്തിന്റെ ചെരിപ്പെടുത്ത് കൂടെ നടക്കാനുള്ള അർഹത എനിക്കില്ല. പക്ഷേ ബഷീർ സാറിന്റെ വിധിന്യായത്തിൽ കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒരു കാരണവശാലും ഗ്രീഷ്മയെ ഇവൻ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തതായി തെളിവില്ല. ഇവൻ്റെ നഗ്ന വീഡിയോ ഉള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഇവനെ ഗ്രീഷ്മയെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഗ്രീഷ്മ 4 or 5 തവണ അവനെ അങ്ങോട്ട് വിളിച്ച് ലൈംഗികതയ്ക്ക് പ്രേരിപ്പിച്ചാണ് ഇങ്ങോട്ട് വിളിച്ചത്. മരണത്തിന് തൊട്ടു മുമ്പും വാട്സപ്പ് കോളിൽ അവനെ വിളിച്ച് സെക്ഷുവലി എക്സൈറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് വിളിച്ച് ലൈംഗികതയ്ക്ക് പ്രേരിപ്പിച്ച അവളാണ്. എന്നിട്ടാണ് ഈ വിഷം കൊടുക്കുന്നതെന്നൊക്കെ ആ വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ. കമാൽ പാഷ സാറിന് ഇല്ലാത്ത അറിവ് എവിടെ നിന്ന് കിട്ടി? ബാക്കി ആർക്കും ഇല്ലാത്ത അറിവ് കമാൽ പാഷ സാറിന് എവിടെ നിന്ന് കിട്ടി? അത് ശരിയാണെന്ന് സാറിന് ഇങ്ങനെ ബോധ്യമുണ്ടായി? പോലീസോ പ്രോസിക്യൂഷനോ കോടതിയോ ഒന്നും കണ്ടാത്ത കാര്യങ്ങൾ സാറിന് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ സ്ത്രീകളെ അനുകൂലിച്ച് പറഞ്ഞാൽ, ഗ്രീഷ്മയെ അനുകൂലിച്ച് പറഞ്ഞാൽ അതെന്തോ വലിയ പുരോഗമനം, എന്തോ ആ രീതിയിൽ പറയുന്നു. അതുകൊണ്ടല്ലേ കെ ആർ മീരയും അല്ലെങ്കിൽ കമാൽ പാഷ സാറും ഒക്കെ അങ്ങനെ, ശ്രീമതി കെ ആർ മീരയും കമാൽ പാഷ സാറും അങ്ങനെ പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടെ അങ്ങനെ ശ്രദ്ധപ്പെടുത്തട്ടെ. അതായത് KLF-ന്റെ വേദിയിൽ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിലാണ് കെ ആർ മീര അത് പറഞ്ഞത്. അവിടെ ഒരു പറ്റം യുവാക്കളും യുവതികളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ആരാച്ചാർ പോലത്തെ ഒരു പുസ്തകമൊക്കെ എഴുതിയ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആളുകളെ ആളുകൾക്ക് അവർ പ്രചോദനമാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത് പറയുമ്പോൾ ഇത് ശരിയാണ് എന്ന് ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾക്ക് തോന്നിയേക്കില്ലേ? ആലോചിച്ച് നോക്കുക. അവൾ അങ്ങനെ വിഷം കലക്കി കൊടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ആ ബോയ് ഫ്രണ്ടിനാണ്. അതായത് അതിന്റെ കണ്ടിന്യൂസ്, അതായത് ഒരുത്തൻ മരിച്ചിട്ട് അവനെ കൊന്നതിന്റെ ഉത്തരവാദിത്തം അവനാണ്. എന്നിട്ട് ആ ചിരിയാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നത്. ഒരു പുച്ഛത്തോടെ ചിലപ്പോൾ കഷായം കൊടുക്കേണ്ടി വന്നേക്കാം എന്നൊക്കെ പറയുന്നത്. സൈഡിൽ ഒരു പുരുഷനിരിപ്പുണ്ട്, അവൻ ആരാന്ന് എനിക്കറിയില്ല. ആ മക്കൊണാപ്പൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്ത് ചിരിയാണ് അവൻ ചിരിക്കുന്നത്? പക്ഷേ ശബരിനാഥൻ അവിടെ കൃത്യമായി കേശവനാഥന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഞാനിത് കണ്ടത്. കേശവനാഥന്റെ ഇൻസ്റ്റാഗ്രാം തന്നെ എടുത്താണ് ഞാനിത് കണ്ടത്. വളരെ പ്രസക്തമാണ് ശ്രീ കേശവനാഥൻ പറഞ്ഞത്. ഒരുത്തനെ കൊന്നിട്ട് പോലും അവനോടൊരു മാന്യത കാണിക്കണ്ടേ? നാളെ കൂടെ നിന്ന് ചിരിച്ചൊരുത്തനുണ്ടല്ലോ, നാളെ നിനക്ക് ഇതേപോലെ വിഷം നിന്ന് നീ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ നന്നായി, സ്ത്രീ വിമോചനത്തിന് വേണ്ടി മരിക്കുന്നു എന്ന് പറയൂ. ഷാരന് ഒരു അമ്മയില്ലേ? അവർ സ്ത്രീയല്ലേ? ഷാരന് വീട്ടുകാരില്ലേ? നമ്മുടെ കമാൽ പാഷ സാറ് പറഞ്ഞ സംസാരം കേൾക്കാൻ വയ്യാതെ ഷാരൻ്റെ ബന്ധുവും സുഹൃത്തും ചാനൽ ചർച്ചയിൽ ഇറങ്ങിപ്പോയില്ലേ? മരിച്ചാലെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ ഈശ്വർ അല്ലാതെ, നമ്മൾ പുരുഷവാദികളല്ലാതെ ഒരാളെങ്കിലും ഗ്രീഷ്മയെ വേട്ടക്കാരി എന്ന് കേരളത്തിൽ വിളിച്ചോ? ഷാരൻ ഇരയാണെന്ന് പറഞ്ഞോ? ഇപ്പോഴും അവർക്ക് ഷാരനാണ് വേട്ടക്കാരൻ, ഗ്രീഷ്മയാണ് ഇര. എന്തൊരു നാടാണിത്? ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അതായത് ഈ പുരുഷവാദമൊക്കെ പറയുന്ന സമയത്തും സ്ത്രീകൾ ഒരുപാട് ആക്രമണങ്ങൾക്ക് ഇരയാവുന്നുണ്ട്, ഒരുപാട് അബ്യൂസുകൾക്ക് ഇരയാവുന്നുണ്ട്, അവർക്ക് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ ഈ പുരുഷപക്ഷം അല്ലെങ്കിൽ പുരുഷന്റെ ഭാഗത്ത് നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു രീതിയിലോട്ട് ഒരു കാരണവശാലും പാടില്ല. അതുകൊണ്ടാണ് ഭംഗിക്ക് വേണ്ടിയല്ല, ഞാൻ കൂടി ഡ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ 10 ഇരട്ടി ഗംഭീരമായിട്ട് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി MLA ഇതിനെ മനോഹരമാക്കി നമ്മുടെ സ്പീക്കറിലെ എത്തിച്ചു. ഇതിൻ്റെ ആദ്യ വരിയാണ്, അതായത് ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല, നിങ്ങളെ മനസ്സിലാക്കാനാണ്. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണെന്നാണ് തെളിയിക്കുന്നത്. പുരുഷന്റെ 10 മടങ്ങ് പ്രശ്നങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. ഇത് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. എന്നാൽ അതോടൊപ്പം വേദന അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് കൂടി ഒരു പരിചയം ആവശ്യമാണ്. ഇന്നും സ്ത്രീകൾക്ക് തന്നെയാണ്, ഞങ്ങൾ സമത്വത്തിന് വേണ്ടിയാണെന്ന് പോലും ഞാൻ പറയാറില്ല, നിങ്ങൾക്ക് സ്ത്രീകൾക്ക് തന്നെയാണ് പരിഗണന നൽകേണ്ടത്. പക്ഷേ പുരുഷനെ അവഗണിച്ചുകൊണ്ടാവരുത്, തിരസ്കരിച്ചുകൊണ്ടാവരുത്, പുരുഷനെ വേട്ടയാടരുതെന്ന് മാത്രമേ അഭ്യർത്ഥനയുള്ളൂ. ആ വേട്ടയ്ക്ക് ഒരു പ്രതിരോധമാണ് പുരുഷ കമ്മീഷൻ അഥവാ മെൻസ് കമ്മീഷൻ. ഈ പുരുഷ കമ്മീഷൻ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നാണ് അങ്ങ് കരുതുന്നത്? കാരണം ഒരുപാട് നൂലാമാലകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇപ്പം രാഷ്ട്രീയ കക്ഷികൾ പോലും അതിനെയൊക്കെ അങ്ങ് പറഞ്ഞ കാര്യത്തിൽ, ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ പുരുഷനൊരു പ്രശ്നം വരുമ്പോൾ അതിനെ അങ്ങനെ അങ്ങ് ഓൺ ചെയ്ത് കാണാറില്ല. കറക്റ്റ്. അപ്പോൾ എനിക്ക് അതിൽ സപ്പോർട്ട് ആവശ്യപ്പെടാനുള്ളത് ABC അടക്കമുള്ള മുഖ്യധാര ഡിജിറ്റൽ അടക്കമുള്ള മീഡിയയിലെ ആൾക്കാരോടാണ്. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒരു പോള് നടത്തുക, പുരുഷ കമ്മീഷൻ ആവശ്യമാണോ? 85-90% ആൾക്കാരും ഇതിനെ അനുകൂലിക്കുന്നവരായിരിക്കും.
ആ ജനാധിപത്യത്തിൻ്റെ ഡിജിറ്റൽ തെരുവുകളിൽ നിന്നാണ് രാഷ്ട്രീയക്കാർ ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. 85-90% അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളാണ്, ലിവ്ഡ് എക്സ്പീരിയൻസ് ആണ്, അവരുടെ വേദനകളാണ്. അതുകൊണ്ട് നമ്മുടെ അച്ഛന്, സഹോദരന്, സുഹൃത്തിന്, എന്താ പറയുക, മകന് ഒക്കെ വേണ്ടി ഈ പുരുഷ കമ്മീഷൻ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അഭ്യർത്ഥിക്കും. എന്തായാലും എല്ലാവർക്കും തുല്യനീതി കിട്ടട്ടെ. അങ്ങയുടെ ഈ പറയുന്ന പുരുഷ കമ്മീഷൻ, അതായത് പുരുഷന്മാർക്കും പരാതി പറയാൻ ഒരിടം എന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ ഭംഗിയായി ചെന്നെത്തട്ടെ എന്ന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.